ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതം പൊടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അമൃതം പൊടി വെച്ചിട്ടുള്ള കിണ്ണത്തപ്പമാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ആദ്യം നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുന്ന ഒരു സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 7 ഏലക്ക കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ഏലക്കയും കൂടി ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ആകത്തേക്ക് ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. മുട്ടയും പഞ്ചസാരയും ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലിന് പകരം സാദാ പാൽ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1.25 കപ്പ് അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അമൃതം പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമേ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ബാറ്റർ തിക്കായാൽ കിണ്ണത്തപ്പം നല്ല കട്ടിയായി പോകും. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാറ്ററി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഇഡ്ഡലി ചെമ്പിലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനൊരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും തുറന്നിട്ട് കുറച്ച് ചെറിയും ബദാമും റൈസിൻസൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ നല്ല പാകമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു പലഹാരമാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.